ഗൈസ്, വെൽക്കം ടു അയ്യർ കോംസ്. ഞാൻ ഉഷാദ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് താറാവ് പെരട്ടാണ്. താറാവ് അങ്ങനെ കിട്ടിച്ചാൽ നമ്മൾ ചെക്കന്മാര് ഷൂട്ട് ഔട്ടിന് കിട്ടി 3 താറാവ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് താറാവിനെ ഫുള്ള് ശരിയാക്കാം. അപ്പൊ വീട്ടിലോട്ട് പോവാം. താറാവായതുകൊണ്ട് നമ്മള് തൊലി കളയാതെ എടുക്കണേ. അതിനാണ് ഇത് വെള്ളത്തിൽ വെച്ച് തിളപ്പിക്കുകയാണ്. അപ്പോൾ തൂവല് ശരിക്ക് പറിച്ചെടുക്കാൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പറിച്ചാൽ തീരാത്ത തൂവല് കരിച്ച് കളയാണ്. നമ്മള് തീന്റെ മുകളിൽ കാണിച്ചത് ശരിക്കും കരിഞ്ഞു പോകും. അതിനോടിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ പോണത് താറാവ് പരച്ചാണ്. താറാവ് നമുക്ക് അങ്ങനെ കിട്ടിയ വെച്ചാൽ നമ്മളെ ചെക്കന്മാര് കളിക്കാൻ വെക്കാണ്ട് ഷൂട്ടൗട്ടിന് വെക്കാണ്ട് പ്രൈസ് കിട്ടിയതാണ്. അപ്പോൾ ചെക്കന്മാരെല്ലാവരും ഉണ്ട്. നൈറ്റിലാണ്, രാത്രി നമ്മൾ ചെയ്യണത്. എല്ലാവരും ഉണ്ട്, കുറച്ചാൾ വരാണ്ട്. അപ്പൊ നമുക്ക് ഈ മസാല കൂട്ടിയേക്കാം. അപ്പൊ മസാലയിലേക്ക് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പെടുത്ത്, ആവശ്യത്തിനുള്ള ഉപ്പെടുത്ത് ഉപ്പെടുത്ത് മിക്സ് ചെയ്ത് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് കുറച്ചുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ചതച്ചെടുത്തുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്. കുരുമുളക് പൊടി ആവശ്യത്തിന് മതി. പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം പൊടിച്ചെടുത്താണ്. പിന്നെ മുളക് പൊടി നമ്മൾ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പൊ മല്ലിപ്പൊടി, നാരങ്ങ നീര് കുറവായതുകൊണ്ട് നമ്മള് 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മള് മസാല നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിതിലേക്ക് ഗ്രേവി വേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് വലിയുള്ളി വെട്ടിയെടുക്കുന്നുണ്ട്. ഒരു 6 വലിയുള്ളി, അതേപോലെ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെക്കുന്നുണ്ട്. നമ്മൾ മസാല കൂട്ടേണ്ടിട്ടുണ്ടെങ്കിൽ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടാണ്. നമ്മളതിൽ ഉരുളി ഉപയോഗിച്ചാണ് നമ്മൾ കുക്ക് ചെയ്യണത്. അപ്പോൾ ഉരുളി നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 250 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചൂടായതിനു ശേഷം ഉള്ളി ഇട്ട് കൊടുക്കണം. സവാള ഒരു 6 സവാള ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്ത് മൂക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മസാലകളുണ്ട്. അത് മുളക് പൊടി ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ മല്ലിപ്പൊടി ഒരു
2-3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കുരുമുളക് പൊടി കുറച്ചുണ്ട്, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറക്കും ചെയ്യാം. ഇത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച താറാവ് ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മളൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 15 മിനിറ്റോളം അടച്ചു വെച്ചുകൊണ്ട് നമ്മൾ ശരിക്കും വേവിച്ചെടുക്കണം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്നു നോക്കിയിട്ട് ശരിക്കും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതേപോലെ അടച്ച് ഉരുളി ഉപയോഗിച്ചാണ് കുക്ക് ചെയ്യുന്നത് വെച്ചെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം നല്ല ചൂടുള്ളതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഉണ്ടല്ലോ നോക്കിയിട്ട് ശരിക്കൊന്ന് പിന്നെയും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ താറാവ് പുരട്ടിയത് ശരിക്കും കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം. ശരിക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ കുക്ക് ആയതിനു ശേഷം നമ്മൾ ഇത് തീന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പം ഞങ്ങളതിലേക്ക് എടുത്തിട്ടുള്ളത് നെയ്ച്ചോറാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് നെയ്ച്ചോറ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കണം എല്ലാവരും. സാറല്ല പൊളിയില്ല